സ്നേഹമുള്ളവരെ, നാം വെറുക്കുന്ന പല ജോലികളും, നാം മാറ്റിവെക്കുന്ന പല പരിത്യാഗങ്ങളും, നാം വേണ്ട എന്ന് വെക്കുന്ന ആത്മീയ ശുശ്രൂഷകളും ബലിയർപ്പണങ്ങളും എന്തിൻ്റെ കാരണങ്ങളാണെന്നറിയാമോ? ഒരുപക്ഷെ അത് വേദന നിറഞ്ഞതാ. പക്ഷേ എന്നെ വളർത്തുന്നതാണത്, എന്നെ വളർത്താനുള്ളതാണത്. ഈ വേദനയാണ് എന്നെ തലയെടുപ്പോടെ ഈ ഭൂമിയിൽ നിർത്താൻ സഹായിക്കുന്നത്. ഈ ഏദോമ്യരെ തോൽപ്പിച്ചിട്ട് മടങ്ങുമ്പോൾ ഈ ഏദോമ്യരുടെ രാജ്യത്തിൽ ഉണ്ടായിരുന്ന ചില കാശുരൂപങ്ങൾ, അവരുടെ ദൈവങ്ങളുടെ ചില കാശുരൂപങ്ങൾ, കാണാൻ കൊള്ളാവുന്ന തിളക്കമുള്ള നല്ല കാശുരൂപങ്ങൾ ഒരു 5-6 എണ്ണം എടുത്ത് രാജാവ് പോക്കറ്റിട്ടുണ്ടെങ്കിൽ പോകുന്നു. ഉടനെ ദൈവപുരുഷൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ദൈവപുരുഷൻ ചോദിച്ചു, നിന്റെ പോക്കറ്റിൽ കിടക്കണ എന്നാണ്? അല്ല, അത് ചെറിയ കാശ് കൊണ്ടുപോയി കൊടുക്കുന്നത്. സർവശക്തനായ ദൈവമാണ് നിന്നെ രക്ഷിച്ചത്, അല്ലാതെ ഈ കാശ് രൂപമല്ല. അവരുടെ വിഗ്രഹങ്ങളല്ല നിന്നെ രക്ഷിച്ചത്. തിരികെ കൊണ്ടുപോകും. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഇത്രയും കേട്ടപ്പോൾ ഈ രാജാവ് പറഞ്ഞു, എൻ്റെ മേൽ ഉപദേഷ്ടാവായിട്ട് നിന്നെ ആരാ നിയമിച്ച്? രാജാവിൻ്റെ ഉപദേഷ്ടാവായിട്ട് നിന്നെ ആരാടാ നിയമിച്ച്? മതി, കൂടുതൽ സംസാരം വേണ്ട, അതിന് പണിക്ക് പോക്കണമെന്ന് പറഞ്ഞു. ദൈവപുരുഷൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാതിരുന്നതിനാൽ നിന്നെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധയാണ്. പ്രിയമുള്ളവർ, ഇതിനു മുൻപ് ഈ മനുഷ്യൻ ദൈവസ്വരം കേട്ടാൽ അതുപോലെ അനുസരിക്കുന്ന രാജാവാ. എന്നാൽ ഈ സമയം 4 പേരുടെ മുൻപിൽ വെച്ച് ദൈവപുരുഷൻ ഇത് ചോദിച്ചതിൽ നാണം കെട്ടിട്ട് ദൈവപുരുഷന്റെ മെക്കിട്ട് കയറിയിട്ട് സ്വന്തം തെറ്റിനെ ന്യായീകരിച്ച ഈ മനുഷ്യന് സംഭവിച്ചതെന്നറിയാമോ? സംഭവിച്ചത് തിരികെ അദ്ദേഹം തൻ്റെ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ, അയൽപക്കത്തൊരു കൊച്ചു നാട്ടുരാജ്യമുണ്ട്. ഈ നാട്ടുരാജ്യത്തെ രാജാവിനെ ഫോൺ വിളിച്ച് പറയുകയാണ്, അതെ, നമുക്കൊന്ന് യുദ്ധം ചെയ്ത് കളിച്ചാൽ, വെറുതെ ഒരു ബലപരീക്ഷണം. അപ്പോൾ ആ രാജാവ് പറഞ്ഞു, കാര്യം ശരിയാ, നീ ഏദോമ്യരെ തോപ്പിച്ചിട്ടൊക്കെയാണ് വന്നത്, പക്ഷേ അടങ്ങി വീട്ടിലിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു. ചുമ്മാ വന്നേ, ഒരു ചെറിയ ബലപരീക്ഷണം. അലസത എന്ന ഒരു പാപത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ മടി പിടിച്ച് ആത്മീയ ജീവിതത്തിൽ ഒട്ടും താല്പര്യമില്ലാതെ, തീക്ഷ്ണതയില്ലാതെ, മന്ദത പിടിച്ചു കഴിയുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാനിത് ചിന്തിച്ചു, ഇതൊരു സ്വഭാവ വൈകൃതമാണോ കർത്താവേ? സ്വഭാവത്തിൻ്റെ വൈകൃതം വല്ലതും ആണോ എന്നിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത് സ്വഭാവ വൈകൃതമൊന്നുമല്ല. കാരണം ഈ മടി പിടിച്ചിരിക്കുന്ന ആളുകൾ പള്ളി വരാനേ ഉള്ളൂ താല്പര്യക്കുറവ്. പക്ഷേ ബാക്കി സിനിമയ്ക്ക് പോകുന്നതിനോ, മാളിൽ പോകുന്നതിനോ, ഷോപ്പിങ്ങിന് പോകുന്നതിനോ, ചന്തയ്ക്ക് പോകുന്നതിനോ, ഉറപ്പിന് പോകുന്നതിനോ ഒന്നിനും ഒരു മടിയില്ല. മൊബൈൽ 24 മണിക്കൂറും നോക്കിയിരിക്കുന്നതിനോ ഒന്നിനും മടിയില്ല. ഈ പള്ളിയിൽ വരുന്ന കാര്യം ഈ കാലഘട്ടത്തിൽ ഇത് ഒരു പാപമായി മാറി, അലസത എന്ന പാപം. അതുകൊണ്ടാണ് പിതാക്കന്മാർ മൂലപാപങ്ങളിൽ 7 കാർഡിനൽ സിൻസ്, 7 മൂലപാപങ്ങളിൽ ഒന്ന് അലസതയാണ്. അലസത, അശ്രദ്ധ, മടി. ഈ ഒരു പാപത്തെക്കുറിച്ച് സ്നേഹമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഇതൊരു പാപമാണ് എന്ന് പറയാൻ കാര്യം എന്താ? ഇതിൻ്റെ ഒരു സിമ്പിൾ റീസൺ ഇതാണ്. ഇതൊരു പാപമാണെന്ന് പറയാനുള്ള കാരണം, നമുക്കറിയാം, നമുക്ക് ദൈവം ധാരാളം കഴിവുകൾ തന്നിട്ടുണ്ട്. പാട്ടുപാടാൻ, വരയ്ക്കാൻ, എഴുതാൻ, പ്രസംഗിക്കാൻ, പ്രാർത്ഥിക്കാൻ, സ്നേഹിക്കാൻ, ഭക്ഷണമുണ്ടാക്കാൻ, അധ്വാനിക്കാൻ. പക്ഷേ ഈ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താ? ഇതിൻ്റെ പേരാണ് മടി. അതിങ്ങനെ മാറ്റി വെക്കും. നാളത്തേക്ക് പ്രൊക്കാസ്റ്റിനേഷൻ. അങ്ങോട്ട് നീട്ടി വെക്കും. 11ാമത്തെ മണിക്കൂറിൽ ഓടിപ്പോയി കുറച്ച് പഠിച്ചിട്ട് ഒരു എഴുത്തുണ്ടല്ലോ, പരീക്ഷ,
പരീക്ഷ വന്ന് തലയിൽ കയറി, എന്നാ പഠിച്ചേക്ക്. ഇങ്ങനെ മാറ്റിവെച്ച് നീട്ടിവെച്ച് നാളെ 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 എന്ന് കരുതി 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 ഇങ്ങനെ ജീവിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിൻ്റെ പേരാണ് മടി, അലസത, മടിയൻ, മടിച്ച്. സ്നേഹമുള്ളവരെ, ഇത് ദൈവത്തിൻ്റെ മുൻപിൽ ഒരു തിന്മയാണെന്ന് പറയാൻ കാര്യം എന്താണ്? ദൈവം നമുക്ക് ഈ ഭൂമിയിൽ അനിതര സാധാരണമായ കഴിവുകൾ, സിദ്ധികൾ നൽകിയാണ് വിട്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമുക്ക് ഈ മടി മൂലം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകളെ പ്രകടിപ്പിക്കാൻ, പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല. അതുവഴി എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? അതുവഴി സംഭവിക്കുന്നത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റാതെ പോകും. ഹല്ലേലൂയ, ശ്രമേതി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റില്ല. ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ട് പാടാൻ, പക്ഷേ മടി. പഠിക്കാൻ നല്ല ബുദ്ധിയാണ്, 4ാം ക്ലാസ് വരെ എന്നാ പഠിത്തമായിരുന്നു, ആ ബുദ്ധി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്, പക്ഷേ പഠിക്കുകയില്ല, മടി. അതുകൊണ്ടാണ് ഇതൊരു തിന്മയാണെന്ന് പറയാൻ കാര്യം. ദൈവം നൽകിയ കഴിവിനെ അംഗീകരിക്കുന്നില്ല, ദൈവം നൽകിയ നന്മയെ, താലന്തിനെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ദൈവം തന്ന ഈ കഴിവിനെ നമ്മൾ പ്രകടമാക്കിയാലേ ദൈവം മഹത്വപ്പെടൂ, ഇത് നമുക്കറിയാം. പക്ഷേ മടി മൂലം നമ്മൾ ഈ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകുന്നില്ല. ഇത് പാപമെന്ന് പറയാൻ കാര്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അങ്ങനെ പാപത്തിൽപ്പെട്ട് ജീവിക്കുന്ന ഒരാളിനെ കുറിച്ച് ഈശോ ഒരു ഉപമയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങളാണ്. നമ്മളതൊന്ന് ഉറക്കെ വായിച്ച് കേൾക്കുന്നത് നല്ലതാണ്. ലൂക്ക 19-ാം അധ്യായത്തിൻ്റെ 11 മുതലുള്ള വാക്യങ്ങൾ. 10 നാണയത്തിൻ്റെ ഉപമ. നമ്മളിത് വായിച്ചു കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ഇത് താലന്തിൻ്റെ ഉപമയല്ല. താലന്തുകളുടെ ഉപമ 10 താലന്ത് കൊടുത്തു, 5 താലന്ത് കൊടുത്തു, 1 താലന്ത് കൊടുത്തു, ഇങ്ങനെയുള്ള ഉപമയല്ല. വേറൊരു ഉപമയാണ്. കൺഫ്യൂഷൻ വരരുത്. ഈ ഉപമ 10 നാണയങ്ങളുടെ ഉപമയാണ്. എല്ലാവർക്കും ഒരു യജമാനൻ 10 നാണയങ്ങൾ വീതം കൊടുത്തു. ഹല്ലേലൂയ. വായിച്ചു കേൾക്കാം. അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു. കാരണം അവൻ ജെറുസലേമിന് സമീപത്തായിരുന്നു. ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവീൻ. അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണമേൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. ഒന്നാമൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ തന്ന നാണയം 10 കൂടി നേടിയിരിക്കുന്നു. അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ ഭൃത്യ, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. രണ്ടാമൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ തന്ന നാണയം 5 കൂടി നേടിയിരിക്കുന്നു. യജമാനൻ അവനോട് പറഞ്ഞു, 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. വേറൊരുവൻ വന്നു പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ. നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടഭൃത്യ, നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും. ഞാൻ കർക്കശനും വെക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ. പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എൻ്റെ പണം ഏൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടി അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ? അവൻ ചുറ്റും നിന്നിരുന്നവരോട് പറഞ്ഞു, അവനിൽ നിന്ന് ആ നാണയം എടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. അവർ അവനോട്, യജമാനനെ, അവന് 10 നാണയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളയുവീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രഭു
രാജപദവി സ്വീകരിച്ച് തൻ്റെ നാട്ടിലേക്ക് വന്നു. അയാൾ ഇപ്പോൾ പ്രഭുവല്ല, രാജാവാണ്. പോകുന്നതിന് മുൻപ് ഈ പ്രഭു തൻ്റെ 3 സ്നേഹിതരെ വിളിച്ചിട്ട്, ഭൃത്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ദാ 10 നാണയമുണ്ട്, ഇത് നിങ്ങൾ കൊണ്ടുപോയി ജോലി ചെയ്യണം, അധ്വാനിക്കണം. അയാൾ തിരിച്ചു വരുന്നപ്പോൾ ഈ ഭൃത്യന്മാർക്കാർക്കും ഇയാൾ രാജാവായി വരണമെന്നും രാജപദവി സ്വീകരിച്ച് വരണമെന്നും ആഗ്രഹിക്കുന്ന ആളുകളെ അല്ല. ഇയാൾ പോകുന്ന വഴിക്ക് കാഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിരുന്ന ആളുകളാണ്. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നടക്കില്ല, ആഗ്രഹിക്കാത്തത് നടന്നു. ഈ മനുഷ്യൻ കൃത്യമായിട്ട് രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. വന്ന പാടെ ഈ ഭൃത്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൈസ. ഒന്നാമന് ബുദ്ധിയുണ്ടായിരുന്നു. അവൻ വന്ന് 10 നാണയം കൂടി ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പ്രഭോ, അങ്ങനെ ഏൽപ്പിച്ചതിൻ്റെ 10 മടങ്ങ് ദാ. ഉടനെ രാജാവ് ഈ മനുഷ്യനോട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പറയുകയാണ്, അവൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനായ ഭൃത്യ. കാരണം എന്താ? ഇവൻ നന്നായി അധ്വാനിക്കുന്നവനാണ്, കഷ്ടപ്പെടുന്നവനാണ്. അവന് മടി അയൽവക്കത്തു കൂടി പോയിട്ടില്ല. അവൻ നന്നായി ജീവിതത്തിൽ അല്പസമയം കിട്ടിയാൽ അധ്വാനിച്ച് ജീവിക്കാൻ മനസ്സുള്ളവനാണ്. അവൻ 10 നാണയം കൂടി നേടിയെന്ന് കണ്ടപ്പോൾ അവനെ വിളിക്കുകയാണ്, കൊള്ളാം, നല്ലവനെ, നല്ല ഭൃത്യനെ, മിടുക്കൻ, 10 നഗരങ്ങൾ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. രണ്ടാമത്തവൻ പറഞ്ഞു, യജമാനെ, 10 നാണയമല്ലേ തന്നതെന്നെ, 5 കൂടി നേടിയെന്ന് പറഞ്ഞു. ഉടനെ യജമാനൻ അവനെ കൊള്ളാം, നല്ല ഭൃത്യ എന്ന് വിളിക്കുന്നില്ല. യജമാനൻ പറഞ്ഞു, 5 നഗരം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവന് പ്രോത്സാഹനമില്ല, സർട്ടിഫിക്കേഷനില്ല, പുറത്തു തട്ടുന്നില്ല, അഭിനന്ദിക്കുന്നില്ല. മറിച്ച് പറയുകയാണ്, 5 നഗരത്തിൻ്റെ മേൽ നിന്നെ ഞാൻ അധികാരിയാക്കിയിരിക്കുന്നു. എന്താ കാര്യം? ഇവൻ അധ്വാനിച്ചു, പക്ഷേ അത്ര കണ്ടു പോരാ. ഇവൻ അധ്വാനിച്ചു, പക്ഷേ അത്ര കണ്ടു പോരാ. അടുത്തവൻ വന്നു. അവൻ പറഞ്ഞു, സാറേ, ദേ, നീ എന്നെ ഏൽപ്പിച്ച നാണയം തുണിയിൽ പൊതിഞ്ഞ് ഞാൻ സൂക്ഷിച്ചു വെച്ച് കയ്യോടെ പിടിച്ചോ. കാരണം നീ ഒരുമാതിരി മനുഷ്യനാണെന്ന് ഞാൻ അറിഞ്ഞു. അഥവാ ഇതെങ്ങാണം എൻ്റെ ഇത് നഷ്ടപ്പെട്ടാൽ എൻ്റെ കഴുത്തിനുമേ തല കാണില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് കയ്യോടെ പിടിച്ചു. ഇപ്പോഴാണ് ഒരു സമാധാനമായി. പ്രിയമുള്ളവർ, ഈ മനുഷ്യനെ ഈ രാജാവ് വിളിക്കുന്ന പേരാണ് ദുഷ്ടഭൃത്യ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സിന്നാണെന്ന് പറയാൻ കാര്യം. മടി എന്ന് പറയുന്നത്, അലസത എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഈക്വൽ ടു ദുഷ്ടത. ഇവനെ വിളിക്കുകയാണ് ദുഷ്ടഭൃത്യ. മടിയാന്നല്ല വിളിക്കുന്നത്, ദുഷ്ടഭൃത്യ. എടാ ദുഷ്ട, എടാ പാപി. കാരണം എന്താ? എടാ കുഴിമടിയ, എടാ അലസ. പ്രിയമുള്ളവരെ, ഈശോ പറഞ്ഞ ഉപമയിൽ മടി എന്ന് പറഞ്ഞാൽ പാപമാണ്. ലേസിനെസ് ഈസ് സിൻഫുൾനെസ്. പാപമാണത്. അതിനാൽ ദൈവസന്നിധിയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഒരു അരൂപിയെക്കുറിച്ച്, പാപത്തിന് കാരണമാകുന്ന ഈ ഒരു സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. പലരും കരുതും ഇതൊരു ക്യാരക്ടറിൻ്റെ ഡിഫോമേഷനാണ്, ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ സ്വഭാവത്തിൽ സംഭവിച്ച വൈകൃതമാണ് എന്ന് പലരും കരുതിയിട്ടുണ്ട്. അങ്ങനെയല്ല. ലോക്ക്ഡൗൺ കാലത്ത് പലരും മടി പിടിച്ച് വീട്ടിലിരിക്കുമ്പോൾ കരുതും ഇത്രേ നാളൊന്നും ഇല്ലാത്തതുകൊണ്ട് പറ്റിപ്പോയത്. അങ്ങനല്ല. ഇത് പാപമാണ്. പാപമാണെങ്കിൽ പാപം കൊണ്ടുവരുന്നത് പിശാചാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. പിശാച് കൊണ്ടുവരുന്ന ഈ ദുർമോഹത്തിന് കാരണമായ പാപത്തെ, സ്നേഹമുള്ളവരെ, നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ കാലത്ത് ഈ അരൂപിയെക്കുറിച്ച് പലപ്പോഴും പലർക്കും പിടികിട്ടാതെ പോകുന്നത്? ഇതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഇത് ഒരു പാപമാണ് എന്നൊരു ബോധമില്ല. മടി അത് പണ്ട് തൊട്ടേ ഉള്ളതാ. കുഞ്ഞുനാളിലെ മുതലേ അലസത ഉണ്ട്. നാളെ 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 നീട്ടിവെച്ച് ഇങ്ങനെ ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ,
പിതാക്കന്മാർ എന്നാൽ 7 മൂല പാപങ്ങളിൽ ഒന്നായിട്ടാണ് ഈ പാപത്തെ കാണുന്നത്, അശ്രദ്ധ. അതുകൊണ്ട് ഇത് നമ്മുടെ എല്ലാ പാപങ്ങൾക്കും വാതിലായി മാറുന്നത് കൊണ്ട് നമ്മൾ ഈ അരൂപിയെ നമ്മുടെ കൂടെ ഉണ്ട് എങ്കിൽ ഇതിനെ ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഇത് വിട്ടുപോയെങ്കിൽ മാത്രമേ ആത്മീയ ജീവിതത്തിൽ തീക്ഷ്ണതയുള്ളവരാകൂ. പൗലോസ് ശ്ലീഹ അതുകൊണ്ടാണ് പറയുന്നത്, റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം, തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകുവിൻ, കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. തീക്ഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. മന്ദത, അലസത, ഉറക്കം, ക്ഷീണമാ പറ്റില്ല. ഒരു ജപമാല എടുത്താൽ പൂർത്തിയാക്കാൻ പറ്റില്ല. ഒരു ജപമാല എടുത്ത് തുടങ്ങി വെക്കും, പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പള്ളി വരാൻ മടി, പ്രാർത്ഥനയ്ക്ക് മടി. പ്രിയമുള്ളവരെ, ഇങ്ങനെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ മടിയും അലസതയും വരുന്നുണ്ടെങ്കിൽ ഈ അരൂപിയെ തിരിച്ചറിഞ്ഞ് അതിനെ ഒന്ന് അതിജീവിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊരു അരൂപി തന്നെയാണ്. ലോകം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അലസ മനസ്സ് സാത്താൻ്റെ പണിപ്പുരയാണെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ വെറുതെ അതിനും അലസതയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അലസ മനസ്സ് സാത്താൻ്റെ പണിപ്പുരയാണെന്ന് ലോകം പറയുന്നുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നത് അലസ മനസ്സ് സാത്താൻ തന്നെയാണെന്നാണ് പറയുന്നത്. അത് അവൻ്റെ ഒരു പ്രത്യേക വാസസ്ഥലം മാത്രമല്ല, അത് അവൻ തന്നെയാണ്, അരൂപി തന്നെയാണ്. ലേസിനെസ്. ഞാൻ ഗൂഗിളിൽ ഈ ഒരു അരൂപിയെക്കുറിച്ച് ഒന്ന് തിരക്കി. ഈ ഗൂഗിളിൽ എഴുതി വച്ചിരിക്കുന്നത്, ഈ അരൂപിക്കൊരു പ്രത്യേക പേരൊക്കെ ഇട്ടിട്ടുണ്ട് ഡീമിനോളജിയിൽ. ബെൽഫെഗോർ എന്നാണ് ഇട്ടിരിക്കുന്ന പേര്. നിങ്ങളതൊന്നും തപ്പാനോ അന്വേഷിക്കാനൊന്നും പോകണ്ട. ഈ ഒരു തരം സ്പിരിറ്റ്, ലോർഡ് ഓഫ് ഗ്യാപ്പ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ലോർഡ് ഓഫ് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം മാറ്റിവെക്കുന്ന ഒരു ദേവൻ. ഒരു കാര്യവും നമ്മളെ കൊണ്ട് അന്നേരം ചെയ്യിപ്പിക്കുകയല്ല. ഒരുതരം മന്ദത പിടിച്ച് നടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, ഒരുതരം അയഞ്ഞ മനസ്സോടെ, ഒരുതരം ലഥാർജിക് നേച്ചറോടെ ജീവിക്കാൻ നമ്മളെ നിരന്തരം പ്രേരിപ്പിക്കുന്ന ഒരു അരൂപി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ അരൂപി നമുക്കുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ നമുക്ക് ഏറ്റവും നല്ല ദൈവവചനമുണ്ട്. അത് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ 26-ാം അധ്യായം 13, 14, 15, 16 വാക്യങ്ങൾ വായിച്ചാൽ ഈ അരൂപി അതിൻ്റെ ക്യാരക്ടർ വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം നമ്മിൽ ആഴ്ന്നിറങ്ങുമ്പോൾ ഈ അരൂപികൾ നമ്മളിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പം ഈ സ്വഭാവങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ ഈ സ്പിരിറ്റ് നമ്മിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ വളരെ ശ്രദ്ധയോടിരിക്കുന്ന, ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടാണ് ഈ ഒരു വചനം പ്രത്യേകം പറയാനായിട്ടൊരു പ്രേരണ കിട്ടിയത്. സ്നേഹമുള്ളവരെ, ആത്മീയ ജീവിതത്തിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മുടെ അനേക കുടുംബങ്ങളിൽ കടന്നുകൂടിയ ഒരു അരൂപിയാണിത്. പള്ളിയിലെന്നല്ല, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ലാതെ, തഴക്കദോഷങ്ങളിൽപ്പെട്ട് ഒന്നിനും ഒരു ഉണർവില്ലാതെ, ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, പള്ളിയിൽ പോകാഞ്ഞിട്ട് ഞങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ, കഴിഞ്ഞ 1 വർഷമായിട്ട് പള്ളിയിൽ പോകാഞ്ഞിട്ട്, 4 മാസത്തിലേറെ പള്ളിയിൽ പോകാഞ്ഞിട്ട് ഒരപകടവും സംഭവിച്ചിട്ടില്ലല്ലോ, പിന്നെന്തിനാ വെറുതെ പോകുന്നത്? ഇങ്ങനെ പല 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 യുക്തികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അരൂപിയുടെ പേരാണിത്, അലസതയുടെ അരൂപി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധയോടെ മനസ്സിലാക്കി ഈ സ്പിരിറ്റിനെ നമ്മിൽ നിന്ന് പുറത്താക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മിൽ പ്രവർത്തിക്കാനാവുകയുള്ളൂ. ദൈവം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മിലൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന, നമ്മിലൂടെ അനേക ആത്മാക്കളെ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന പദ്ധതികൾ അവനുണ്ട്. നമ്മുടെ കുടുംബത്തെ മോചിപ്പിച്ചെടുക്കാനുള്ള പദ്ധതികൾ ദൈവത്തിനുണ്ട്. ഈ പകർച്ചവ്യാധിയുടെ കാലത്ത് മരണമുഖത്ത് കഴിയുന്ന അനേകരുടെ ഇടയിൽ ആശ്വാസം കൊടുക്കാൻ, വിഷാദപ്പെട്ട് തകർന്നു കിടക്കുന്ന അനേകർക്ക് ആശ്വാസം കൊടുക്കാൻ നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഈ തീക്ഷ്ണതയുടെ അഭിഷേകം ദൈവത്തിന് എടുത്തുപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബം കെട്ടുപോകാതിരിക്കാൻ, പട്ടുപോകാതിരിക്കാൻ, കുടുംബം നശിച്ചു പോകാതിരിക്കാൻ, ചവിട്ടി നിൽക്കുന്നിടത്തെ മണ്ണൊലിച്ചു പോകാതിരിക്കാൻ നമ്മിൽ ഒരു തീക്ഷ്ണത ജ്വലിച്ചേ മതിയാകൂ. എന്നാൽ ഈ പിശാച് നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ
നമ്മുടെ ബന്ധങ്ങളിൽ ഒരുതരം അയഞ്ഞ മനോഭാവം വെച്ച് പുലർത്തും. നമ്മൾ കരുതും ഇങ്ങനെയൊക്കെ ജീവിച്ചാലും മതി, ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ഒരു കുഴപ്പമില്ലല്ലോ. ഇത് ഒരു നുണയാണ്, നമ്മെ തകർക്കുന്ന നുണ. അതിനാൽ ഈ വചനങ്ങൾ വായിച്ച് ഈ സ്പിരിറ്റിൻ്റെ ലക്ഷണങ്ങൾ, ഒരു 3 ലക്ഷണം ഞാൻ പറയാം. ഇത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഈ അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം? കാൽവരി കുരിശിലെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ യേശു നാമത്തിൽ ഇത് വിട്ടുപോകാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ ആത്മീയമായ തീക്ഷ്ണതയിൽ നമ്മൾ ജ്വലിക്കും. വലതുവരുത്തി ഹല്ലേലൂയാ. തീക്ഷ്ണതയോട് പറഞ്ഞേ ഹല്ലേലൂയാ. ഇത് ആഗ്രഹമുള്ളവർ പറഞ്ഞേ ഹല്ലേലൂയാ. സ്നേഹമുള്ളവർ അത് വായിച്ച് കേൾക്കാം. സുഭാഷിതങ്ങളുടെ പുസ്തകം 26-ാം അധ്യായം 13, 14, 15, 16 വാക്യങ്ങൾ. അലസൻ പറയുന്നു, നമ്മുടെ ടീമാണ്. അലസൻ പറയുന്നു, വഴിയിൽ സിംഹമുണ്ട്, തെരുവിൽ സിംഹമുണ്ട്. ഓരോ വചനം നമ്മൾ വായിച്ച് മനസ്സിലാക്കിപ്പോ. ഒന്നാമത്തെ ലക്ഷണം, നമുക്ക് ഈ സ്പിരിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും. അലസൻ പറയും, വഴിയിൽ സിംഹമുണ്ട്, തെരുവിൽ സിംഹമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, വഴിയിലാണോ സിംഹം ഇരിക്കണേ? തെരുവിലാണോ സിംഹം ഇരിക്കണേ? സിംഹം എവിടെ ഇരിക്കണേ? സൂവിലാണ്. അല്ലെങ്കിൽ പിന്നെ ഇവിടെ കാട്ടിലാണ്. അലസൻ പറയും, പോകല്ല അങ്ങോട്ട്, പോകല്ല. എന്താ കാര്യം? വഴിയിൽ പെരുന്നാട് പാലത്തിൽ സിംഹം നിൽപ്പുണ്ട്, പോത്തുമൂട് സിംഹം നിൽപ്പുണ്ട്. സ്നേഹമുള്ളവരെ, അലസൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് യാതൊരു യുക്തിയുമില്ല. ശ്രദ്ധിച്ചു കേൾക്കണം. അലസന്റെ ശൈലിയാണിത്. അവന് അറിയാം ഇതിനകത്ത് യാതൊരു യുക്തിയുമില്ല. പക്ഷേ അവൻ വിചാരിച്ചിരിക്കുന്നത് ഇത് ആളുകൾ വിശ്വസിക്കും. അവൻ്റെ മനസ്സ്, അവൻ തന്നെ ഒരു ഭാവന ലോകത്ത് സൃഷ്ടിച്ചിരിക്കുകയാണ്. അവൻ തന്നെ ചില എക്സ്ക്യൂസസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒഴികഴിവുകൾ. എന്താ കാര്യം? അവന് ജോലി ചെയ്യാൻ വയ്യ, അവന് പഠിക്കാൻ വയ്യ, അവൻ അധ്വാനിക്കാൻ വയ്യ. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, മിടുക്കനാണ്, നല്ല ആരോഗ്യം, നല്ല നീളമുള്ള, നല്ല ഒത്ത നീളവും ഒത്ത വണ്ണവും ഒക്കെയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ. അവന് വിദേശത്തൊക്കെ പോയി ജോലിയൊക്കെ ചെയ്യാൻ, അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിദേശത്തു നിന്ന് അവൻ തിരികെ വന്നു. ഭാര്യ ചോദിച്ചു, എന്താ ചേട്ടാ? ഭർത്താവ് പറഞ്ഞു, എൻ്റെ മക്കളെ, നമ്മളെപ്പോലെ നിഷ്കളങ്കരായ മനുഷ്യർക്കൊന്നും വിദേശം ശരിയാവില്ല. നമ്മുടെ നാടുണ്ടല്ലോ, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ നമ്മുടെ വീട്, നമുക്കിവിടെ അധ്വാനിക്കാം. ചുരുക്കം പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അധ്വാനിച്ച് ഇവൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ തീർന്നു. ഇവൻ്റെ വീട് വിറ്റ്, ഇവന് ഇതിനോടകം 2 മക്കളുമായി. ഒടുവിൽ അവൻ ഭാര്യയോട് പറഞ്ഞു, പ്രിയേ, നിൻ്റെ 10 സെൻറ്റ് സ്ഥലം കൂടെ ഇനിയുള്ളൂ, നീ അധികം തരാമോ? അത് വിറ്റിട്ട് നമ്മുടെ കടം വീട്ടണം, ബാക്കി വരുന്നത് കൊണ്ട് നമുക്കൊരു കടയിടാൻ വേണ്ടി. അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, അവസാനത്തെ പിടിവള്ളിയാ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, അവന് ഈ ഒരു അരൂപി കയറി പിടികൂടിയിരിക്കുകയാണ്. അലസത. അവന് സ്ഥിരതയില്ല, അവന് യുക്തികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പുതിയ ബിസിനസ്സുകൾ, പുതിയ കാര്യങ്ങൾ, അവനിങ്ങനെ ഓടി നടന്ന് യുക്തി സഹജമല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നടക്കും. അതാണ് 16-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. വകതിരിവോടെ സംസാരിക്കാൻ കഴിവുള്ള 7 പേരെക്കാൾ കൂടുതൽ വിവേകിയാണ് താനെന്ന് അലസൻ ഭാവിക്കുന്നു. എന്ത്? അലസൻ ഭാവിക്കുകയാണ്, വകതിരിവോടെ സംസാരിക്കാൻ കഴിവുള്ള 7 പേരെക്കാൾ ബുദ്ധിമാനാണ് ഞാനെന്ന് അലസൻ ഭാവിക്കുന്നു. അവനങ്ങ് ഭാവനയാ. എന്ത്? എനിക്കാ ബുദ്ധി, ഞാൻ പറയാന്നേ. അങ്ങനെ പറഞ്ഞ് നടന്ന് അവൻ്റെ യുക്തി പറഞ്ഞ് നടന്ന് അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല, ദാരിദ്ര്യമായി. സ്നേഹമുള്ളവർ, ഇതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകത. നമ്മുടെ ചില ചേട്ടന്മാർ, ചില ചേച്ചിമാർ ഇങ്ങനെ യുക്തി പറഞ്ഞ് നടക്കും, ആശയങ്ങൾ പറഞ്ഞു നടക്കും. ചവിട്ടി നിൽക്കുന്നിടത്തെ മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 20 വർഷം കഴിയുമ്പോൾ ഈ കുടുംബം, ഈ വീട് ഈ നാട്ടിലുണ്ടാകുമോ എന്നറിഞ്ഞുകൂടാ. അതുപോലെ അവസ്ഥയിലെത്തി ജപ്തി വന്ന് കയറിക്കൂടിയിരിക്കുകയാണ്, കടം കയറി നാശകോശമായിരിക്കുകയാണ്.
എന്താ കാര്യം? ആശയങ്ങൾ. ഒന്നാമത്തെ ചിന്ത ഇതാണ്. സുഭാഷിതന്റെ പുസ്തകം 26:13. അവനൊരു സ്കിൽഡ് റാഷണലൈസറാണ്. അവൻ ഇങ്ങനെ യുക്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ്റെ മനസ്സ് ഒരു അൺറിയൽ വേൾഡിലാണ്, യാഥാർത്ഥ്യമല്ലാത്തൊരു ലോകത്ത്. അവൻ പഴഞ്ചൊല്ലുകൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അവൻ്റെ സുഖത്തിന് വേണ്ടി അവൻ ഇങ്ങനെ ആശയങ്ങൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അവൻ പറയും, വൈകുന്നേരമായി ഇച്ചിരി അടിച്ചേക്കാം. ഇച്ചിരി അടിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്ത് ആണത്തം. ആണാണോ ഈസ് ഈക്വൽ ടു ആൽക്കഹോളിസം. മാൻലിനെസ് ഈസ് ഈക്വൽ ടു ആൽക്കഹോളിസം. മനുഷ്യൻ ആണാണ് ഇച്ചിരി കഴിക്കണം. അവൻ ഈ പഴഞ്ചൊല്ലുകൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. എന്നിട്ട് അവൻ പറയും, ഡോക്ടർ പറഞ്ഞില്ല, 2 അടിച്ചില്ലെന്ന്, എന്താണ് ആരോഗ്യത്തിന് നല്ലതാണ്. അവനിങ്ങനെ പഴഞ്ചൊല്ലുകൾ, യുക്തിസഹജമല്ലാത്ത പഴഞ്ചൊല്ലുകൾ അവൻ കണ്ടെത്തിക്കൊണ്ടിരിക്കും. എന്താണ് കാര്യം? ബേസിക്കലി ഇവനൊരു അലസനാണ്. ഈ സ്പിരിറ്റ് ഇവൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവന് അയഞ്ഞിങ്ങനെ ജീവിച്ചാൽ മതി, അയഞ്ഞ് ജീവിച്ചാൽ മതി. വെറുതെ മതി പറ ഹല്ലേലൂയാ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, ഈ സ്പിരിറ്റിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഇതാണ്. കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ യുക്തി നിരത്തിക്കൊണ്ടേയിരിക്കുന്ന, ഒരു കാര്യവും വിലപ്പോകാതിരിക്കാൻ തക്കണം, കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ഇങ്ങനെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കൈ അനങ്ങി മെയ് അനങ്ങി ജോലി ചെയ്യാൻ മടിയുള്ള ആളുകൾ അനേകരായി മാറുന്നു. എന്നിട്ട് പറയും കൊറോണ, കോവിഡ്, ലോക്ക്ഡൗണ്. ഈ എക്സ്ക്യൂസസ് കണ്ടെത്താനുള്ള പ്രവണതയുണ്ടെങ്കിൽ സൂക്ഷിക്കണം എൻ്റെ ദൈവമക്കളെ. ഈ അരൂപി പ്രവർത്തിക്കുന്നുണ്ട്. പുറത്താക്കണം അവനെ. ഇത് നമ്മുടെ ജീവിതത്തിൽ സെൽഫ് ഡിസ്ട്രക്റ്റീവായിരിക്കും, നമ്മുടെ ജീവനെ കവരും. ഇത് നമ്മൾക്ക് ആത്മഹത്യാപരമാകും, കുടുംബത്തെ ഇല്ലാതാക്കും. വെറുതെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും 14-ാമത്തെ വാക്യം വായിക്കാം. രണ്ടാമത്തെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പ്രത്യേകത ഉണ്ടെങ്കിൽ ഈ അരൂപി നമ്മുടെ കൂടെ ഉണ്ടെന്നാണ്. ഈ അരൂപി, 2-ാമത്തെ വാക്യം. ചുഴിക്കുറ്റിയിൽ കതകെന്ന പോലെ അലസൻ കിടക്കയിൽ കിടന്ന് തിരിയുന്നു. ചുഴിക്കുറ്റിയിൽ കതക് എന്നതുപോലെ അലസൻ കിടക്കയിൽ കിടന്ന് തിരിയുന്നു. അങ്ങോട്ട് തിരിഞ്ഞു കിടക്കണം, ഇങ്ങോട്ട് തിരിഞ്ഞു കിടക്കണം. കതക് വിജാപിരിയിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കതക് അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിയണം. ഇതിൻ്റെ പേരാണ് അലസൻ. ഹല്ലേലൂയ. എന്താണ് ഇതിൻ്റെ സൂചന? ബൈബിളിൻ്റെ വചനം വായിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലൊരു അർത്ഥമുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു ജ്ഞാനം ഇതിൻ്റെ പിന്നിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ശ്രദ്ധിച്ചാൽ മതി. വിജാവരിയിൽ ഉറപ്പിച്ച കതക് ഇത് മൂവ് ചെയ്യും, അങ്ങോട്ടും ചലിക്കും ഇങ്ങോട്ടും ചലിക്കും, ഇങ്ങനെ അനങ്ങിക്കൊണ്ടേയിരിക്കും. പക്ഷേ ശ്രദ്ധിക്കണം, ഇത് അധിക ദൂരം യാത്ര ചെയ്യുന്നില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞും മറിഞ്ഞും ഇത് കിടന്ന് ചലിച്ചുകൊണ്ടിരിക്കും. മൂവ്മെന്റ്സ് ഉണ്ട്, ചലനമുണ്ട്. പക്ഷെ എനർജി മുഴുവൻ വേസ്റ്റാണ്. കാരണം ഇതെങ്ങും എത്തുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, അലസൻ എന്ന് പറഞ്ഞ ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നവനല്ല. ബൈബിൾ പഠിപ്പിക്കുകയാണ്, ഒരു ജോലിയും ചെയ്യാതിരിക്കുന്നവൻ്റെ പേരല്ല അലസൻ. ജോലി ചെയ്യും, പക്ഷെ ഇവൻ എങ്ങും എത്തുകയില്ല. ഇവൻ നന്നായിട്ട് എനർജി വേസ്റ്റ് ആക്കുന്നുണ്ട്. ഇവൻ ചന്തയ്ക്ക് പോകുന്നുണ്ട്, ഉറപ്പിന് പോകുന്നുണ്ട്, ഇവൻ ചിലപ്പോൾ പള്ളിയിൽ കാണുന്നുണ്ട്, ചിലപ്പോൾ അങ്ങോട്ട് നടക്കുന്നുണ്ട്, ഇങ്ങോട്ട് നടക്കുന്നുണ്ട്. ഇവൻ നാടൊട്ടുക്ക് നടക്കുന്നുണ്ട്, നാട്ടുകാരെ നന്നാക്കാൻ എന്ന പേരും നടക്കുന്നുണ്ട്. പക്ഷേ ഇവൻ എങ്ങും എത്തുന്നില്ല. ഹല്ലേലൂയാ. സ്വരമേർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹീസ് അൺപ്രൊഡക്റ്റീവ്. സ്നേഹമുള്ളവരെ, ഇത് ഒരു വലിയ അപകടമാണ്. കട്ടിലിൽ അങ്ങോട്ട് തിരിഞ്ഞും ഇങ്ങോട്ട് തിരിഞ്ഞും കിടക്കുന്നതാണ്. ഒന്നാലോചിച്ച് നോക്കിയേ, ഇത് കണക്ക് വെച്ച് നോക്കിയാലേ 15 മിനിറ്റ്. പണ്ടൊക്കെ നമ്മളിങ്ങനെ ആയിരുന്നല്ലേ, അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും ഇങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും, ഉറക്കമുണ്ടോ ഇല്ല, അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കും. 15 മിനിറ്റ് ഒരു ദിവസം. സ്നേഹമുള്ളവരെ, നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞും ഇങ്ങോട്ട് തിരിഞ്ഞും കിടന്നാൽ ഒരു വർഷം 92 മണിക്കൂർ നമ്മുടെ നഷ്ടമാകും. 92 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 4 ഫുൾ ഡേ, 4 ദിവസം ഒരു വർഷം നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞ് കിടന്നു ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്നു. ചുഴിക്കുറ്റിയിൽ കഥ കാണുക, അങ്ങോട്ട് ഇങ്ങോട്ട് 4 ദിവസം പോയി കിട്ടി ഒരു വർഷത്തെ. അതുകൊണ്ടാണ് നമ്മളെങ്ങും എത്താതിരിക്കാനുള്ള വഴിയാണ് ഈ അലസൻ എന്ന സ്പിരിറ്റ്, ലേസിനെസ്സിൻ്റെ അരൂപി നമ്മുടെ ഹൃദയത്തിൽ മനസ്സിൽ കയറിക്കൂടിയാൽ. അതുകൊണ്ട്
ഇത് തിരിച്ചറിയണം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഈ അലസൻ്റെ അരൂപിയെ നമ്മിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ, സർമൃതി ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, ഞങ്ങൾ സെമിനാരി പഠിക്കുമ്പോൾ ഞങ്ങളോട് പറയുമായിരുന്നു, നിങ്ങൾ രാവിലെ 5 മണി അടിച്ചു കഴിയുമ്പോൾ ആദ്യമേ നിങ്ങൾ ഒന്ന് ഞങ്ങളുടെ ഒരു സ്പിരിച്വൽ ഫാദർ പറഞ്ഞു തന്നാ, കുരിശ് വരച്ച് ഈശോയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചിട്ട് അടുത്ത നിമിഷം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരേണ്ട ചിന്ത ഇതാണ്: നിങ്ങളുടെ കാലിന് തീ പിടിച്ചതായിട്ട് കാണണമെന്ന്. കാലിന് എന്ത് പിടിച്ച്? തീ പിടിച്ച്. കാലിന് തീ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെയാണോ നോക്കുന്നത്? കാലിന് തീ പിടിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി ഓടിക്കളെ. കാരണം പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നാൽ ധ്യാനം പോയി, അന്നത്തെ പ്രാർത്ഥന മുടങ്ങി. അതുകൊണ്ട് ഞങ്ങളോട് പറയും, രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ദൈവത്തെ വിചാരിച്ചു കഴിഞ്ഞാൽ അടുത്ത നിമിഷം കട്ടിലിന് തീ പിടിച്ചിട്ടുണ്ട് എന്ന് കരുതിക്കും. ഇല്ല എങ്കിൽ പിതാക്കന്മാർക്കറിയാം, ഞങ്ങളുടെ സ്പിരിച്വൽ ഫാദേഴ്സിന് അറിയാം, ഈ കുഞ്ഞ് തിരിഞ്ഞും മറിഞ്ഞും അലസത എന്ന സ്പിരിറ്റ് ഇവനിൽ കയറിക്കൂടിയാൽ, ജീവിതം അയഞ്ഞു പോയാൽ ആത്മാക്കളുടെ രക്ഷ അസാധ്യമാകും എന്ന് തിരിച്ചറിവുണ്ടായിരുന്നുകൊണ്ടാണ് ഞങ്ങൾക്കത് പറഞ്ഞു തന്നത്. ഹല്ലേലൂയാ, ശ്രമതി ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ഒരു ലക്ഷണം, ഈ സ്പിരിറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ മൂന്നാമത്തെ ഒരു ലക്ഷണം. അപ്പോൾ രണ്ടാമത്തെ ലക്ഷണം ഇതാണ്: നമ്മൾ എങ്ങും എത്താതെ പോകുന്നുണ്ടോ? നമ്മൾ ഒത്തിരി ഓടി നടക്കുന്നുണ്ട്, നമ്മൾ ഒത്തിരി എനർജി പുറപ്പെടുവിക്കുന്നുണ്ട്, പക്ഷേ അൺപ്രൊഡക്റ്റീവാണ്. ഒന്നും ഫലദായകമാകുന്നില്ല, കയ്യിൽ നിൽക്കുന്നില്ല, ഓട്ടക്കൈ പോലെയാണ്, ഒന്നും ശേഖരിച്ചു വെക്കാൻ പറ്റുന്നില്ല, നഷ്ടമായി പോവുകയാണ്. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കണം, ഈ സ്പിരിറ്റ് നമ്മളെ ആക്രമിക്കുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, അലസൻ കൈ പാത്രത്തിൽ ആഴ്ത്തി വെക്കുന്നു, അത് വായിലേക്ക് അടുപ്പിക്കുന്നത് പോലും അവന് ക്ലേശമാണ്. അലസൻ കൈ പാത്രത്തിൽ ആഴ്ത്തി വെക്കുന്നു. പാത്രത്തിൽ ആഴ്ത്തി വെക്കുന്ന എന്തിനാണ്? പൂവാരാനോ? ചോറ് അല്ലേ ഭക്ഷണം. ഇയാൾക്ക് എവിടുന്നോ ഭക്ഷണം കിട്ടി. കോവിഡ് കാലത്ത് ലോക്ക്ഡൗണിൽ എവിടുന്നോ ഇത്തിരി ഭക്ഷണം ഇയാൾക്ക് കിട്ടി എന്ന് കരുതുക. ഇയാൾ അലസൻ. പക്ഷേ കൈ എടുത്ത് പാത്രത്തിലോട്ടിട്ട് ഇതെടുത്ത് വായിലേക്ക് വെക്കാൻ ഇയാൾക്ക് പറ്റണില്ല. അത്രയ്ക്ക് മടി. ഔദാര്യത്തിന് കിട്ടിയ ഭക്ഷണമാണ്. അതിലേക്ക് കൈ എടുത്ത് വെച്ച്, പക്ഷേ ഇത് വായിലേക്ക് കൊണ്ടുവരാൻ മടിയൻ. ഈ സ്പിരിറ്റിൻ്റെ പ്രത്യേകത. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഇയാൾ എല്ലാം തുടങ്ങി വെക്കും, ഇയാൾ ഒന്നും പൂർത്തിയാക്കില്ല. ഹല്ലേലൂയാ, സ്വരമേറി പറഞ്ഞേ ഹല്ലേലൂയാ. ഇയാൾ എല്ലാം തുടങ്ങി വെക്കും. ആരംഭശൂരത്വം എന്ന് പറയും. അയാൾ എല്ലാം തുടങ്ങി വെക്കും, പക്ഷേ ഇയാൾ പൂർത്തിയാക്കില്ല. എന്തൊരാവേശത്തിലാണ് തുടങ്ങുന്നതെന്നറിയാമോ? കൈ എടുത്തതേ വെച്ച്, വെച്ചതല്ലാതെ ഇയാൾക്ക് കഴിക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇങ്ങനൊരു ക്യാരക്ടർ നമ്മുടെ ഇടയിലുണ്ടോ എന്ന് നോക്കണം. എന്തെല്ലാം തീരുമാനങ്ങളാണ് എടുക്കുന്നത്, നാട് മുഴുവൻ കീഴ്മേൽ മറിക്കാൻ, പക്ഷേ ഒന്നും പൂർത്തിയാക്കാൻ പറ്റാതെ ഇന്നും പാതി വഴിക്ക് ഇട്ടേച്ചു പോകാൻ, വെച്ച് മതിയാക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ ഈ സ്പിരിറ്റ് നമ്മളെ വേട്ടയാടുന്നുണ്ട്. പലതരം പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്നറിയാമോ? ചെയ്യേണ്ടത് ഇതാണ്. ഇതിനൊരു കാരണമുണ്ട്, റൂട്ട് കോസ് ഉണ്ട്. ഈ സ്പിരിറ്റ് തമ്മിൽ പ്രവർത്തിക്കാൻ ഒരു കാരണമുണ്ട്. നമ്മുടെ മനസ്സ് അയഞ്ഞു പോകാൻ ഒരു കാരണമുണ്ട്. അത് ബൈബിൾ പറയുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 25-ാം വാക്യത്തിലാണ്. സുഭാഷിതങ്ങൾ 21-ന്റെ 25-ാം വാക്യത്തിൽ പറയുകയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ പാവപ്പെട്ട മനുഷ്യർ ഇത്രമേൽ അലസരായി മാറുന്നത്? ഒരു കൊറോണ വന്നു എന്നതിൻ്റെ പേരിൽ നമുക്ക് ഈ ആത്മീയ കാര്യങ്ങളോ ഭൗതിക കാര്യങ്ങളോ ഒന്നിനോട് താല്പര്യമില്ല. ജോലി ചെയ്യാൻ പറ്റുന്നില്ല, ജോലി ചെയ്യാൻ മടിയാണ്, പഠിക്കാൻ മടിയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്നാൽ ശ്രദ്ധിക്കണം, ഇഷ്ടമുള്ള കാര്യങ്ങൾ, മനസ്സിന് സുഖം തരുന്ന കാര്യങ്ങൾ എത്ര ആവേശത്തോടെ ചെയ്യുന്നത്. മൊബൈലും കൊടുത്തിരുത്തിയാൽ മതി, സിനിമയുടെ മുമ്പിൽ ഇരുത്തിയാൽ മതി, കുറച്ച് എത്ര മണിക്കൂർ വേണമെങ്കിലും ചാരുകസേരയിൽ കുഷൻ്റെ സീറ്റിൽ ഇരുന്ന് നമ്മളിത് കണ്ടുകൊണ്ടേയിരിക്കും. വായിക്കാം. എന്താ കാരണം?
അലസന്റെ ആഗ്രഹങ്ങൾ അവനെ കൊന്നുകളയുന്നു. എന്തെന്നാൽ അവന്റെ കരങ്ങൾ അധ്വാനിക്കാൻ വിസമ്മതിക്കുന്നു. അലസന്റെ ആഗ്രഹങ്ങളാണ് അവനെ കൊന്നുകളയുന്നത്. അലസന്റെ ആഗ്രഹങ്ങൾ. എന്താണ് അലസന്റെ ആഗ്രഹം എന്നറിയാമോ? സുഖലോലുപത. ഹല്ലേലൂയ, ഹല്ലേലൂയ. കംഫർട്ട് സ്റ്റേഷൻ, കംഫർട്ട് സോൺസ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് അലസന്റെ ശ്രദ്ധ. സുഖം, കണ്ണിന് സുഖമുള്ളത്, ശരീരത്തിന് സുഖമുള്ളത്, നാവിന് സുഖമുള്ളത്, ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ സുഖത്തിന് പുറകെ പോകുന്ന പ്രവണതയാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ സ്പിരിറ്റ് കയറിക്കൂടി നമ്മുടെ ജീവിതം കുളം തോണ്ടാനുള്ള കാരണം. ഈ സുഖലോലുപത. അതുകൊണ്ടാണ് ഈ നോമ്പുകാലം വർജനയുടെ കാലമായി എടുക്കണമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് സഭ പഠിപ്പിക്കുന്നത്. നാവിൻ്റെ രുചികരമായ ഭക്ഷണം വേണ്ട എന്ന് വെക്കണം. ആകാവുന്ന സുഖങ്ങൾ വേണ്ട എന്ന് വെക്കണം. പരിത്യാഗത്തിൻ്റെ കുരിശുമല കയറണം. ഉപവാസം അനുഷ്ഠിക്കണം, പ്രാർത്ഥിക്കണം, കുമ്പിടിയിൽ നടത്തണം. 40 കുമ്പിടിയിൽ. മലങ്കര സഭയുടെ ഒരു പ്രത്യേക അഭിഷേകമാണത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്? ആവർത്തിച്ച് 40 തവണ എല്ലാ ദിവസവും കുമ്പിടുമ്പോൾ നടു റബ്ബറാകാനാണ് സാധ്യത. പക്ഷെ എന്നാലും ഇത് ചെയ്യണം. എന്താ കാര്യമെന്നറിയാമോ? ഈ ശരീരത്തിന് ചില ഇഷ്ടങ്ങളുണ്ട്. ശരീരം എപ്പോഴും സുഖാന്വേഷിയാണ്, പ്ലഷർ സീക്കിംഗ്. ഈ സുഖം മാത്രം അന്വേഷിച്ചുള്ള യാത്രയിലാണ് ഈ അരൂപി നാം അറിയാതെ ചേക്കേറുന്നത്. അതുകൊണ്ടാണ് ഈ വർജനയുടെ, പരിത്യാഗത്തിൻ്റെ, ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ജാഗരണത്തിൻ്റെയും ഒരു അഭിഷേക ശുശ്രൂഷ കൈമോശം വരരുതി തലമുറയ്ക്ക് എന്ന് തിരുസഭ ആഗ്രഹിക്കുന്നത്. വലതുമതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, സുഖലോലുപത എന്ന വിഗ്രഹത്തെ തകർക്കാതെ, ഈ ഐഡോൾട്രിയെ തകർക്കാതെ, ഈ വിഗ്രഹാരാധനയെ തകർക്കാതെ നമുക്ക് ഈ അരൂപിയെ പുറത്താക്കാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം നല്ല നീളമുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന് 5 വയസ്സുള്ളൊരു മകനുണ്ട്. കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു, തലയ്ക്ക് വെച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഇവൻ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ എഴുന്നേറ്റ് നാം കരയാണ്. ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഇവനിരുന്ന് കരച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് വെച്ചാൽ ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട്, വേദനയൊക്കെ മാറിയോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേദനയൊന്നും മാറിയില്ല, ആശുപത്രി കൊണ്ടുവിട്ടു വന്നു. ഞാൻ ചോദിച്ചു, അതിനെ പറ്റി? അതച്ചാ ഡോക്ടർ പ്രത്യേകം, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നേ, ഡോക്ടർ പ്രത്യേകം ഒരു കാര്യം പറഞ്ഞു. ഇവൻ്റെ വേദനയ്ക്ക് കാരണം ഇവൻ ശരീരത്തിൽ നന്നായി നീളം വെക്കാൻ സാധ്യതയുള്ളൊരു കുഞ്ഞാണ്, അപ്പനേക്കാളും. ഈ കുഞ്ഞ് കിടക്കുമ്പോൾ ഇവൻ്റെ ശരീരത്തിൻ്റെ അസ്ഥിയുടെ ഓരോ ഭാഗവും വലിയുകയാണ്, മജ്ജ വലിയുകയാണ്, കോശങ്ങൾ വലിയുകയാണ്, നരമ്പുകൾ, മാംസം വലിയുകയാണ്. ഈ വലിവ് ഇവൻ അനുഭവിക്കുന്നതായ ഈ വളർച്ചയുടെ വലിവാണിത്. വേദന നിറഞ്ഞതാ. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞു, ഇവൻ അപ്പനേക്കാളും നീളം വെക്കാനുള്ള വളർച്ചയ്ക്ക് കാരണമാകുന്ന വേദനയാണിതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നാം വെറുക്കുന്ന പല ജോലികളും, നാം മാറ്റിവെക്കുന്ന പല പരിത്യാഗങ്ങളും, നാം വേണ്ട എന്ന് വെക്കുന്ന ആത്മീയ ശുശ്രൂഷകളും ബലിയർപ്പണങ്ങളും എന്തിൻ്റെ കാരണങ്ങളാണെന്നറിയാമോ? ഒരുപക്ഷെ അത് വേദന നിറഞ്ഞതാ. പക്ഷേ എന്നെ വളർത്തുന്നതാണത്, എന്നെ വളർത്താനുള്ളതാണത്. ഈ വേദനയാണ് എന്നെ തലയെടുപ്പോടെ ഈ ഭൂമിയിൽ നിർത്താൻ സഹായിക്കുന്നത്. വിശ്വസിക്കണം. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ അലസതയുടെ അരൂപിയെ ബന്ധിച്ചുകൊണ്ട് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം. ബൈബിളിലെ ഒരു രാജാവിൻ്റെ ഒരു ചെറിയ സംഭവം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ദൈവാത്മാവ് എഴുതി വച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ ഒരു രാജാവാണ്. ഈ രാജാവിൻ്റെ ജീവിതം വളരെ നല്ല ജീവിതമാണ്, സുന്ദരമായ ജീവിതമായിരുന്നു. ഈ രാജാവിൻ്റെ പേരാണ് അമസ്യ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ ഈ രാജാവിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ രാജാവ് നമ്മുടെ കൂട്ട് തന്നെ മിടുക്കനായിരുന്നു. ഭരണ നൈപുണ്യമുള്ള രാജാവാണ്. എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യാൻ കഴിവുള്ള രാജാവാണ്. മാത്രമല്ല ദൈവവിചാരമുള്ള രാജാവാണ്. ഈ രാജാവ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ യൂദയാ നിവാസികളുടെ രാജാവാണ്.
യൂദാ രാജാവാണ്. ഈ യൂദാ രാജ്യത്ത് നിന്നാണ് ദൈവപുത്രൻ വരുന്നത്, യേശുക്രിസ്തു ജനിക്കുന്നത്. ദാവീദിൻ്റെ രാജ്യമാണത്. ദാവീദിൻ്റെ നഗരമായ ജെറുസലേമാണ് അതിൻ്റെ തലസ്ഥാനം. അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത ജനത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു രാജാവായിരുന്നു ഈ അമസ്യ. അദ്ദേഹത്തെക്കുറിച്ച് 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 25-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ വായിച്ച് വരുമ്പോൾ ഒത്തിരി നന്മകളുണ്ട്, ഒത്തിരി നന്മകൾ ഈ രാജാവിനുണ്ട്. പക്ഷേ ജീവിതത്തിൽ എവിടെയോ വെച്ച് ഈ മനുഷ്യൻ അല്പമൊന്ന് അയഞ്ഞുപോയി. ഒരു ചെറിയ അലസത, ചെറിയ ഒരു അശ്രദ്ധ, അത് ഈ മനുഷ്യൻ്റെ ജീവിതത്തെ കീഴ്മേൽ മറിച്ചു തകർത്ത് കളഞ്ഞു. ബൈബിളിൽ ഓരോ പാഠങ്ങൾ തരുന്നത് ചരിത്രം പറയാനല്ല, എൻ്റെ നിങ്ങളുടെ സാധ്യതയാണ്, രക്ഷപ്പെടാനുള്ള വഴികളാണ്. സ്നേഹമുള്ളവരെ, അമസ്യ രാജാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്. അദ്ദേഹം ദൈവത്തോട് ആലോചന ചോദിക്കുന്ന മനുഷ്യനായിരുന്നു. വെറും രാജാവല്ല, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ ദൈവം മുമ്പാകെ നിന്നിട്ട് ദൈവത്തോട് ആലോചന ചോദിക്കും. ദൈവം ഒന്നും മിണ്ടുന്നില്ലെങ്കിൽ ദൈവപുരുഷന്മാരോട് ചോദിക്കും. ദൈവസ്വരം ശ്രവിച്ച് ജീവിച്ച രാജാവ്, മിടുക്കനായ രാജാവ്. ഈ രാജാവ് നമ്മളിങ്ങനെ വായിക്കുകയാണ്. ഒരു ദിവസം ഏദോമ്യർ എന്ന് പറയുന്ന വിജാതീയര് 10 ലക്ഷത്തോളം പടയാളികളുമായി ഈ രാജാവിനെതിരെ യുദ്ധത്തിന് വന്നു. ഏദോമ്യർ, വിജാതീയർ ദൈവജനത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ഉടനെ ഈ രാജാവ് തൻ്റെ പയറ്റിത്തെളിഞ്ഞ 3 ലക്ഷം പടയാളികളെ ഒരുക്കി നിർത്തി. അപ്പോൾ രാജാവിന് തോന്നി, ഏദോമ്യർ 10 ലക്ഷം കൊണ്ടാണ് വരുന്നത്, നമുക്കെത്ര ഉണ്ട്? 3 ലക്ഷം. ഇവിടെ 3 ലക്ഷം. 3 ലക്ഷം കൊണ്ട് 10 ലക്ഷത്തെ തോൽപ്പിക്കാൻ പറ്റില്ല. 1 ലക്ഷം കൂടെ ഇവിടെ എന്തെങ്കിലും സംഘടിപ്പിച്ചാലോ? അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാമോ? അദ്ദേഹം അയൽപക്കത്തുള്ള എഫ്രായിം രാജ്യത്തേക്ക് ചെന്നിട്ട് അവരോട് പറഞ്ഞു, സാർമാരെ, ഒരു 1 ലക്ഷം പടയാളികളെ വാടകയ്ക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, തരാൻ കുഴപ്പമില്ല, 100 താലന്ത് വെള്ളി വാടക തന്നാൽ മതി, ഒരു യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാന്ന് പറഞ്ഞു. അങ്ങനെ 1 ലക്ഷം പടയാളികൾ 100 താലന്ത് വെള്ളി വാടകയ്ക്ക് അഡ്വാൻസും കൊടുത്ത് ഈ മനുഷ്യൻ അങ്ങനെ ആകെ എത്ര ലക്ഷം ആൾക്കാരായി? 4 ലക്ഷം പടയാളികളെ റെഡിയാക്കി. അവരെത്രയാണ്? 10 ലക്ഷം. ഇനി എത്ര കൂടെ വേണം? 6. അദ്ദേഹം പറഞ്ഞു, ഇനിയും ജയിച്ചാലും ജയിച്ചില്ലേലും ദൈവമായ കർത്താവ് മതി, 4 ലക്ഷം കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. ഉടനെ യുദ്ധത്തിന് തയ്യാറായ ദിവസം ഒരു ദൈവപുരുഷൻ വന്നിട്ട് പറഞ്ഞു, രാജാവേ വെയിറ്റ്. രാജാവ് ചോദിച്ചു, എന്താ? നിന്റെ രാജ്യത്ത് എത്ര പേരുണ്ട്? 3 ലക്ഷം പടയാളികൾ. നീ ഇപ്പൊ വാടകയ്ക്ക് എടുത്ത എവിടുന്ന? അതാ ഇസ്രായേലിലെ എഫ്രായിംകാരൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആ ജനത്തിൽ നിന്ന് വാടകയ്ക്കെടുത്ത 1 ലക്ഷം പേരെ തിരിച്ചയച്ചേക്ക്. 3 ലക്ഷം മതി, ഇവരെ വെച്ച് ഞാൻ നിന്നെ ജയിപ്പിക്കുമെന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പോൾ രാജാവ് പറഞ്ഞു, അയ്യോ അല്ല, 100 താലന്ത് വെള്ളി ഞാൻ അഡ്വാൻസ് കൊടുത്തുപോയി. അപ്പോൾ ദൈവപുരുഷൻ പറഞ്ഞു, അഡ്വാൻസ് ഒന്നും നോക്കണത്, അതിലും കൂടുതൽ തരാൻ കഴിവുള്ള ദൈവമാണ് നിന്റെ കൂടെ ഉള്ളത്. 100 താലന്ത് വെള്ളി അഡ്വാൻസ് അല്ലേ? അഡ്വാൻസ് പോട്ടെന്നേ. ദൈവവചനത്തിനാണ് ഇമ്പോർട്ടൻസ്. അഡ്വാൻസ് കൊടുത്ത് പോട്ടെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ രാജാവ് ദൈവപുരുഷൻ പറഞ്ഞത് കേട്ടിട്ട് അതുപോലെ അനുസരിച്ചു. 1 ലക്ഷം ഇസ്രായേൽക്കാരോട് പറഞ്ഞു, പൊക്കോളാൻ പറഞ്ഞു. നമുക്കറിയാം, പടയാളികൾ തിരിച്ചു പോകുമ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞൊന്നും പോകത്തില്ല. പോകുന്ന വഴിക്ക് കാണിച്ചു കൂട്ടാവുന്ന മുഴുവൻ അക്രമങ്ങളും കാണിച്ചുകൊണ്ടാണ് ഈ ചേട്ടന്മാർ പോകുന്നത്. പോകുന്ന വഴിക്കുള്ള എല്ലാ സ്ഥലത്തും കയറി കൊള്ളയടിച്ച് ആൾക്കാരെ ദ്രോഹിച്ച് എല്ലാം വെട്ടി തുണ്ടമാക്കിയിട്ടാണ് ഈ 1 ലക്ഷം പേര് തിരിച്ചു പോകുന്നത്. അപ്പോൾ രാജാവ് പറഞ്ഞു, സാരമില്ല, പോട്ടെ, ഒന്നും ചെയ്യാൻ പോണ്ട, പൊക്കോട്ടെ. അങ്ങനെ ഈ ഇസ്രായേൽക്കാർ തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ 3 ലക്ഷം പടയാളികളെ കൊണ്ട് ഈ രാജാവ് ഏദോമ്യർക്കെതിരെ 10 ലക്ഷവുമായി വരുന്ന ജനത്തിനെതിരെ യുദ്ധത്തിന് പോയി. പിന്നീട് നമ്മൾ വായിക്കുന്നത് ഇതാണ്, യൂദാ സൈന്യം ഈ ഏദോമ്യരെ ഛിന്ന ഭിന്നമാക്കി തകർത്ത് കളഞ്ഞു. അതാണ് 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ഏദോമ്യരെ തോൽപ്പിച്ച് പരാജയപ്പെടുത്തി ദൈവജനം വിജയാഹ്ലാദം മുഴക്കി തിരികെ മടങ്ങുകയാണ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം.
ഈ ഉത്സവ മനസ്സിൽ, വിജയാഘോഷങ്ങൾക്കിടയിൽ ഈ രാജാവിൻ്റെ മനസ്സ് തെല്ലൊന്നയഞ്ഞുപോയി, ഇത്തിരി ഒന്നയഞ്ഞുപോയി. ഒരല്പം അശ്രദ്ധ. എന്താ സംഭവിച്ചെന്നറിയാം? ഈ ഏദോമ്യരെ തോൽപ്പിച്ചിട്ട് മടങ്ങുമ്പോൾ ഈ ഏദോമ്യരുടെ പാളയത്തിൽ, രാജ്യത്തിൽ ഉണ്ടായിരുന്ന ചില കാശുരൂപങ്ങൾ, അവരുടെ ദൈവങ്ങളുടെ ചില കാശുരൂപങ്ങൾ, കാണാൻ കൊള്ളാവുന്ന തിളക്കമുള്ള നല്ല കാശുരൂപങ്ങൾ, ഒരു 5-6 എണ്ണം എടുത്ത് രാജാവ് പോക്കറ്റിട്ടുണ്ടെങ്കിൽ പോന്നു. ഉടനെ ദൈവപുരുഷൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ദൈവപുരുഷൻ ചോദിച്ചു, നിന്റെ പോക്കറ്റിൽ കിടക്കണ എന്നാടാ? അല്ല, അത് ചെറിയ കാശ് കൊണ്ടുപോയി കൊടുക്കുന്നത്. സർവശക്തനായ ദൈവമാണ് നിന്നെ രക്ഷിച്ചത്, അല്ലാതെ ഈ കാശുരൂപമല്ല. അവരുടെ വിഗ്രഹങ്ങളല്ല നിന്നെ രക്ഷിച്ചത്. തിരികെ കൊണ്ടുപോകും. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഇത്രയും കേട്ടപ്പോൾ ഈ രാജാവ് പറഞ്ഞു, എൻ്റെ മേൽ ഉപദേഷ്ടാവായിട്ട് നിന്നെ ആരാ നിയമിച്ച്? രാജാവിൻ്റെ ഉപദേഷ്ടാവായിട്ട് നിന്നെ ആരാടാ നിയമിച്ച്? മതി മതി മതി, കൂടുതൽ സംസാരം വേണ്ട, അതിന് പണിക്ക് പോക്കണമെന്ന് പറഞ്ഞു. ദൈവപുരുഷൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിക്കാതിരുന്നതിനാൽ നിന്നെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു നിമിഷത്തെ അശ്രദ്ധയാണ്. പ്രിയമുള്ളവർ, ഇതിനു മുൻപ് ഈ മനുഷ്യൻ ദൈവസ്വരം കേട്ടാൽ അതുപോലെ അനുസരിക്കുന്ന രാജാവാ. എന്നാൽ ഈ സമയം 4 പേരുടെ മുൻപിൽ വെച്ച് ദൈവപുരുഷൻ ഇത് ചോദിച്ചതിൽ നാണം കെട്ടിട്ട് ദൈവപുരുഷന്റെ മെക്കിട്ട് കയറിയിട്ട് സ്വന്തം തെറ്റിനെ ന്യായീകരിച്ച് ഈ മനുഷ്യന് സംഭവിച്ചതെന്നറിയാമോ? സംഭവിച്ചത്, തിരികെ അദ്ദേഹം തൻ്റെ നാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വൈകിട്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു തോന്നൽ, അയൽപക്കത്തൊരു കൊച്ചു നാട്ടുരാജ്യമുണ്ട്. ഈ നാട്ടുരാജ്യത്തെ രാജാവിനെ ഫോൺ വിളിച്ച് പറയുകയാണ്, അതെ, നമുക്കൊന്ന് യുദ്ധം ചെയ്ത് കളിച്ചാൽ, വെറുതെ ഒരു ബലപരീക്ഷണം. അപ്പോൾ ആ രാജാവ് പറഞ്ഞു, കാര്യം ശരിയാ, നീ ഏദോമ്യരെ തോപ്പിച്ചിട്ടൊക്കെയാണ് വന്നത്, പക്ഷേ അടങ്ങി വീട്ടിലിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞു. ചുമ്മാ വന്നേ, ഒരു ചെറിയ ബലപരീക്ഷണം. സ്നേഹമുള്ളവരെ, ബലപരീക്ഷണത്തിന് മുതിർന്നു ഈ കുഞ്ഞു രാജ്യം. ഒറ്റയടിക്ക് ഈ രാജാവിനെ തകർത്തു കളഞ്ഞു. വലിച്ചടച്ചു കൊണ്ടുപോയി ഈ മനുഷ്യനെ വെട്ടിക്കണ്ടിച്ച് കൊന്നുകളഞ്ഞു. വളരെ നിസ്സാരമെന്ന് കരുതി, ഒരു കുഴപ്പമില്ല, ഈസി ആയിട്ട് തോപ്പിക്കാമെന്ന് കരുതി, ഒരു തമാശയ്ക്ക് ബലപരീക്ഷണം നടത്താൻ വിളിച്ചതാ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കണം. എന്താണിത് പറഞ്ഞതെന്നറിയാമോ? ഒരു നിമിഷത്തെ അശ്രദ്ധ, അല്പമൊന്ന് അയഞ്ഞുപോയി, ആത്മീയ കാര്യങ്ങളിൽ അല്പമൊന്ന് അയഞ്ഞുപോയി. സംഭവിച്ചതോ, ജീവിതം അപകടത്തിലായി. നിസ്സാര കാര്യങ്ങൾ മതി നമ്മെ വേട്ടയാടാൻ, നിസ്സാര കാര്യങ്ങൾ നമ്മെ തകർത്തു കളയും. ഹല്ലേലൂയ, ശ്രമേത്തി ഹല്ലേലൂയ. അതുകൊണ്ട് ഈ നോമ്പ് കാലം കൂടുതൽ തീക്ഷ്ണതയോടെ അനുഷ്ഠിക്കാൻ ദൈവം നമുക്ക് ആഹ്വാനം നൽകുകയാണ്. ഈ അരൂപിയെ നമ്മളിൽ നിന്ന് പുറത്താക്കാനും നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്താക്കാനും കൂടുതൽ തീക്ഷ്ണതയോടെ ദേവാലയ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും ആത്മീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് ഈ ആരാധനയിൽ പ്രത്യേകമായിട്ട് ആ നിയോഗം നമുക്കൊന്ന് സമർപ്പിക്കാം.